അമേരിക്കയിൽ നിന്നും ആയുധങ്ങളുമായി വലിയ കാർഗോ വിമാനം ഇതാ പാകിസ്ഥാനിൽ ലാൻഡ് ചെയ്തിരിക്കുന്നു എന്നായിരുന്നു മറ്റൊരു വാർത്ത. പിന്നെ അത് കിട്ടണം. അതിനിടയിലാണ് എയറിൽ നിന്നും ഇറങ്ങാൻ കഴിയാത്ത വിധത്തിൽ അരുൺകുമാർ നാണം കെട്ട ഒരു സംഭവം ഉണ്ടായത്. ഇന്ത്യയിലെ എല്ലാ വിമാനത്താവളങ്ങളും അതീവ ജാഗ്രത പുലർത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രസ് റിലീസ് ഔദ്യോഗികമായി ഇറങ്ങുന്നു. ഇമ്പോർട്ടന്റ് ഓൾ എയർപോർട്ട്സ് ഇൻ ദ കൺട്രി ടു സീ beefed up security. In response to the heightened security concerns, the Indian government has implemented strict new measures at airports across the country. The Bureau of Civil Aviation Security announced the immediate protocol on Thursday, including അതായത് ഇന്ത്യയിലെ എയർപോർട്ടുകളിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു. അവിടെ പോകുന്ന യാത്രക്കാർ പുതിയ പ്രോട്ടോകോൾ പാലിക്കണമെന്നായിരുന്നു പ്രസ് റിലീസ്. അരുൺകുമാർ അപ്പോൾ തന്നെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ഫുട്ബോൾ കമന്റേറ്ററെ പോലെ രംഗത്ത് വന്നു. ഇന്ത്യയിലെ സകല എയർപോർട്ടുകളും അടച്ചിരിക്കുന്നു എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു. അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? അത്തരമൊരു വാർത്ത പുറത്തു വരുമ്പോൾ ലോകമെമ്പാടും വിമാനയാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. തനിക്ക് ഇംഗ്ലീഷ് അറിയില്ലാത്ത ഡോക്ടറാണ് എന്ന് അരുൺകുമാർ ഒരിക്കൽ കൂടി തെളിയിച്ചതാണിത്. ഇത്തരം ഒരുപാട് വിഡ്ഢിത്തങ്ങൾ അരുൺകുമാർ സ്റ്റുഡിയോ ഫ്ലോറിൽ വന്നു നിന്നുകൊണ്ട് എഴുന്നള്ളിക്കുന്നത് സ്ഥിരമാക്കിയിരിക്കുന്നു. എത്ര പറഞ്ഞു കൊടുത്താലും പാഠം പഠിക്കില്ല എന്നതാണ് അരുൺകുമാറിന്റെ പ്രത്യേകത. എന്നെന്തിനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെ അല്ലേ പറ്റുള്ളൂ. മനസ്സ് നിറഞ്ഞു തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. വരട്ടെ, എനിക്ക് വേണ്ട.